ഈ വീഡിയോയിൽ എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ അപ്ഡേറ്റ്സ് ആണ്, ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്ന അമേരിക്ക, ഇറാൻ, ഇസ്ലാമാബാദ് ടോക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാൻ ഇതുവരെ ഒരു തീരുമാനവും എടുക്കുന്നതായിട്ടുള്ള വാർത്തകൾ ഇറാൻ്റെ സൈഡിൽ നിന്ന് വരുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ ശക്തമായി പറയുകയാണ് ഇറാൻ വരും, ഇറാൻ വന്ന് പങ്കെടുക്കും എന്നാണ് അവർ പറയുന്നത്. എനിവേ അവർ പാകിസ്ഥാനും ഇറാനും തമ്മിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടാവാം. എനിവേ അതൊരു സൈഡിൽ നടക്കട്ടെ. JD വാൻസും ചർച്ചയ്ക്ക് എത്തും എന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയാണെന്ന് അറിയില്ല. ഇതുവരെ അമേരിക്ക പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്തിട്ടില്ല. ലാൻഡ് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് വാർത്തയിൽ ഉൾപ്പെടുത്താം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അതും നോക്കി നിന്നാൽ നമുക്ക് മറ്റുള്ള വാർത്തകൾ കവർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാവും. അപ്പോൾ എന്തായാലും ഇന്ന് 21-ാം തീയതിയിലെ ഒരു ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ 83,000 കോടി ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാനിരുന്നതാണ് ഓയിൽ റിഫൈനറി രാജസ്ഥാനിൽ ഇന്നലെ കത്തി നശിച്ചത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അത്രത്തോളം നഷ്ടമുണ്ടായിട്ടുണ്ട്. പെട്രോളിയം മിനിസ്ട്രിയിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ലീക്കിനെ തുടർന്നുണ്ടായ സ്പാർക്കിലാണ് ശരിക്കും ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളൊരു കൺഫർമേഷനാണ് പെട്രോളിയം മിനിസ്ട്രിയുടെ സൈഡിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കോൺസ്പിറസികളെല്ലാം തന്നെ ഇപ്പം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു വൻ നഷ്ടമാണ് ഇന്ത്യക്ക്. 83,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ കത്തി നശിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എനിവേ നമ്മൾ മാനേജ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ. അപ്പോൾ അതാണ് നിലവിലെ സാഹചര്യം. അതുപോലെ തന്നെ ആഗോളതലത്തിൽ ഓയിൽ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ 600 മില്യൺ ബാരലിന്റെ കുറവുണ്ട്. മൊത്തത്തിൽ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം 600 മില്യൺ ബാരൽസിന്റെ ഷോർട്ടേജ് ആണ് ഇപ്പം ഓൾമോസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഷോർട്ടേജ് ചെറുതല്ല, വളരെ വലിയ ഷോർട്ടേജ് ആണ്. ഇതിങ്ങനെ തന്നെ തുടർന്നാൽ ആഗോളതലത്തിൽ തന്നെ ഒരു എനർജി ക്രൈസിസ് ഉണ്ടാവും. അത് വൈകാതെ തന്നെ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇപ്പം നിങ്ങൾ നോക്കൂ, സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ഇപ്പോൾ ബ്ലോക്കാണ്. അതുപോലെ തന്നെ ബാബൽ മന്ദീപിൽ വൈകാതെ തന്നെ അമേരിക്ക ഇടപെടും എന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സ്ട്രേറ്റ് ഓഫ് മലാക്ക അമേരിക്ക കൺട്രോളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. റഷ്യക്കുള്ളിലാണെന്നുണ്ടെങ്കിൽ നിരന്തരം ആക്രമണങ്ങൾ ഉക്രൈൻ ടാർഗറ്റ് ചെയ്ത് എണ്ണപ്പാടങ്ങൾക്കും എണ്ണ റിഫൈനറികൾക്കും എണ്ണ സ്റ്റോറേജ് ഡിപ്പോകൾക്കും നേരെയാണ് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഉക്രൈന് വിജയം കൊടുക്കുമോ അല്ലെങ്കിൽ റഷ്യയെ തകർക്കുമോ എന്നുള്ളതിലുപരിയായിട്ട് ഇത് അമേരിക്കയ്ക്ക് ഡോമിനേഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഒരു ബാലൻസ് ഉണ്ട്, ഗ്ലോബൽ ബാലൻസ്. ആ ബാലൻസ് തെറ്റാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യ സ്ട്രേറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലൂടെ ഇന്ത്യ എണ്ണ കൊണ്ടുവരുന്നുണ്ട്. ഇന്ത്യൻ ഷിപ്പുകളാണ് വളരെ സ്മൂത്ത് ആയിട്ട് അവിടെ പാസ് ചെയ്ത് വരുന്നത്. അതിന് ഇന്ത്യൻ നേവിക്ക് വലിയ രീതിയിലുള്ള പങ്കുണ്ട്. നമുക്ക് എനർജി മേഖലയിൽ സപ്ലൈ ചെയിനിൽ തടസ്സമുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മിഡിൽ ഈസ്റ്റിൽ നിന്ന് എണ്ണ കൊണ്ടുവരുന്നെങ്കിലും ഇറാഖിൽ നിന്നും അതേപോലെ തന്നെ UAE സൗദി അറേബ്യയിൽ നിന്നൊക്കെ എണ്ണ കൊണ്ടുവരുന്നെങ്കിലും നമ്മളുടെ കപ്പലുകൾക്ക് ഒരു രീതിയിലുള്ള തടസ്സങ്ങളും ഉണ്ടാക്കരുത് എന്നുള്ള തരത്തിൽ നമ്മൾ ഇറാനുമായിട്ട് ചർച്ച നടത്തി അമേരിക്കയുമായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ധരിപ്പിച്ച് ഇന്ത്യൻ നേവിയുടെ സഹായത്തോടു കൂടി ഇന്ത്യക്ക് വേണ്ട കപ്പലുകൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് വാർത്ത. ഇനി ഇന്ത്യയുടെ കപ്പലുകൾക്ക് വേണ്ടി മാത്രം ഇന്ത്യ ഒരു ഇൻഷുറൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഗ്ലോബൽ ഇൻഷുറൻസ് കമ്പനീസ് ആയിട്ടുള്ള ലോയിഡ് പോലത്തെ കമ്പനികൾ, ഇതേപോലത്തെ വൻകിട കമ്പനികളൊക്കെ ഇപ്പം ഇൻഷുറൻസ് കൊടുക്കാൻ വിസമ്മതിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യക്കുള്ളിൽ ഒരു ഇൻഷുറൻസ് കമ്പനി തന്നെ ഓപ്പൺ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതുകൊണ്ടുണ്ടാകുന്ന നേട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള ഫോറിൻ കൺട്രീസിന് പൈസ അടച്ച് ഇൻഷുറൻസ് എടുത്തുകൊണ്ടിരുന്ന ആ സാഹചര്യത്തിൽ ഈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസത്തിൽ വളരെ വളരെ നിർണായകമായിട്ടുള്ള സ്ഥാനം വഹിക്കുന്ന ഒരു മണി ഇൻഫ്ലോ മെത്തേഡാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷുറൻസിലാണ് ബാങ്ക് ചലിക്കുന്നത്. ബാങ്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ കൃത്യമായിട്ട് നടന്നു പോകണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ എക്കണോമിക്സ് പഠിച്ച ആൾക്കാർക്കൊക്കെ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ക്യാപിറ്റലിസത്തിൽ ഇന്നത്തെ എക്കണോമിക് സ്ഥിതിവിശേഷം അനുസരിച്ച് ഇൻഷുറൻസ് കമ്പനിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പം ആ സാഹചര്യത്തിൽ ആ പണം അന്യരാജ്യങ്ങൾ കൊണ്ടുപോകുന്നതിന് പകരം ഇന്ത്യക്കുള്ളിൽ തന്നെ പേ ചെയ്യാം. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ മികച്ച വരുമാനമാണ്. കാരണം ഒരു ട്രാൻസിറ്റ് ഷിപ്മെന്റ് അവസാനിപ്പിക്കുന്നതോടുകൂടി ആ ഇൻഷുറൻസിന്റെ ക്ലെയിം അവകാശം കൂടി അവസാനിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്ന പറഞ്ഞാൽ ഒരു 12,000 അല്ലെങ്കിൽ 13,000 കോടി ഒരു 20 ദിവസത്തെ ഷിപ്മെന്റ് ആണെന്ന് വെച്ചോ. ആ 20 ഡേയ്സ് ഷിപ്മെന്റ് അവസാനിക്കുന്നതോടുകൂടി ആ 13,000 കോടി ആ ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടുകയാണ്. കാരണം അതിനുള്ളിൽ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് എന്തെങ്കിലും തരത്തിൽ ഒരു അപകടമോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ക്ലെയിം കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ അതായത് 1000 കപ്പലുകളുടെ ഇൻഷുറൻസ് മണി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും 1-2 കേസുകളിൽ മാത്രമേ ക്ലെയിം സംഭവിക്കുകയുള്ളൂ. അതും തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വെരിഫൈ ചെയ്ത് റീസണൊക്കെ കണ്ടെത്തി എക്സ്പ്ലെയിൻ ചെയ്ത് കൺവിൻസ് ആയതിനു ശേഷമാണ് ഇൻഷുറൻസ് കമ്പനി പൈസ കൊടുക്കേണ്ടത്. ഈ 1000 കപ്പലുകളിൽ ഒരു കപ്പലിനായിരിക്കും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ വരുന്നത്. 1-2 അപകടം സംഭവിക്കുന്നത് വളരെ കുറവായിരിക്കും. അതേസമയം സേഫ് ആയിട്ടുള്ള ട്രാൻസ്ഷിപ്മെന്റ് നടത്തുന്ന കപ്പലുകളുടെ എണ്ണം കൂടുതലുമായിരിക്കും. അപ്പോൾ വരുമാനം കൂടുതലാണ്. അപ്പോൾ ആ പണം ഇന്ത്യയിൽ തന്നെ സ്റ്റേ ചെയ്യും. അതാണ് മനസ്സിലാക്കേണ്ടത്. വളരെ നല്ലൊരു പ്ലാനാണ്. ഇപ്പോൾ തൽക്കാലം ഇന്ത്യൻ കപ്പലുകൾക്കാണ് ഈ ഇൻഷുറൻസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇന്ത്യക്ക് അത്രത്തോളം ഷിപ്മെന്റ് ഉണ്ട്.
ഷിപ്മെന്റ് നമ്പേഴ്സ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലാണ്. അപ്പോൾ തൽക്കാലം നമ്മളുടെ ഇന്ത്യൻ മണി നമ്മൾ സെക്യൂർ ചെയ്താൽ മതി. ഭാരത് മാരിടൈം ഇൻഷുറൻസ് പൂൾ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഇന്ത്യ അമേരിക്ക ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട ടോക്ക് നെക്സ്റ്റ് വീക്ക് റീസ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൈകാതെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനൗൺസ്മെന്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനം. ഇറാനാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ നിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതായത് സീസ് ഫയറിന്റെ ഡെഡ് ലൈൻ നാളെ അവസാനിക്കുകയാണ്. അപ്പം യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നുള്ള തരത്തിൽ ആഗോളതലത്തിൽ തന്നെ ഒരു പ്രഷർ നിലനിൽക്കുന്നുണ്ട്. മാംഗ്ലൂരിലുള്ള ചൗഗൂൾ ഷിപ്പ്യാർഡിൽ ആദ്യമായിട്ട് ഒരു ഷിപ്പ് ബിൽഡ് ചെയ്ത് ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ട് എടുത്ത് ഷിപ്പ് ബിൽഡ് ചെയ്ത് അത് എക്സ്പോർട്ട് ലെവലിൽ എത്തിയിരിക്കുകയാണ്. വളരെ വിജയകരമായി മാംഗ്ലൂർ ഷിപ്പ്യാർഡിൽ ആദ്യമായിട്ട് നടന്നിരിക്കുന്ന ഒരു പ്രവൃത്തിയാണിത്. സക്സസ്ഫുള്ളായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രോജക്റ്റ് വളരെ വിജയകരമായിട്ട് ഇന്ത്യ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പം ഇത് ശരിക്കും ഇന്ത്യയുടെ ഷിപ്പ് ബിൽഡിംഗ് മേഖലയിൽ ഒരു മുതൽക്കൂട്ടായി മാറുന്നുണ്ട്. മാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന ചൗഗൂൾ ഷിപ്പ്യാർഡ് ഇന്ത്യ എയർബസ് എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് ചേർന്ന് മധ്യപ്രദേശിൽ VIP ഹെലികോപ്റ്റർ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ പ്രോജക്റ്റ് ഓൾറെഡി ഇനിഷ്യേറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2027 ആദ്യത്തെ VIP ഹെലികോപ്റ്റർ ലോഞ്ച് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എയർബസിൻ്റെ വളരെ മികച്ച H160 എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന VIP ഹെലികോപ്റ്ററാണ് ഇവിടെ മാനുഫാക്ചറിങ് ചെയ്യുന്നത്. ഇന്ത്യക്കുള്ളിൽ കാവേരി എഞ്ചിൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എഞ്ചിൻ്റെ ത്രസ്റ്റ് 90 കിലോ ന്യൂട്ടനായിട്ട് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പം അത് 90 കിലോ ന്യൂട്ടനായിട്ട് നമ്മൾ ഉയർത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ എയർക്രാഫ്റ്റുകളിലേക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ അത് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പരീക്ഷണാടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് ഇന്ത്യ. എന്തായാലും കാവേരി എഞ്ചിൻ്റെ പ്രോജക്റ്റ് ലൈം ലൈറ്റിൽ തന്നെ ഉണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി അതിനെ എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇന്ത്യയും സൗത്ത് കൊറിയയും. സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് ലീ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഏതായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായിട്ട് നടത്തിയ ചർച്ചയിൽ ഏതാണ്ട് 50 ബില്യൺ ആനുവൽ ട്രേഡ് നടത്താൻ വേണ്ടിയിട്ട് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട്. അതുപോലെ ഇന്ത്യ സൗത്ത് കൊറിയ ഡിഫൻസ് പാർട്ട്ണർഷിപ്പിന് ധാരണയായിട്ടുണ്ട്. K9 വജ്ര ഹോവിറ്റ്സർ ഇന്ത്യക്കുള്ളിൽ 100 എണ്ണം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കൊറിയൻ സപ്പോർട്ടിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ സൗദി അറേബ്യയിൽ എത്തിയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ വളരെ നിർണായകമായിട്ടുള്ള ചില കൂടിക്കാഴ്ചകൾ, പ്രത്യേകിച്ച് നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ ചർച്ച തുടങ്ങിയിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, പാകിസ്ഥാനുമായിട്ട് വളരെയധികം സഹകരിച്ച് പ്രവർത്തിക്കുന്ന സൗദി അറേബ്യ ഈ ഇടപെട്ട കാലത്ത് ഇന്ത്യയിൽ നിന്നും ഇച്ചിരി മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒന്നുകൂടി ആ ബന്ധം ഒന്ന് ശരിപ്പെടുത്തിയെടുക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ് ഉപകാരപ്പെടുക. ഇപ്പോൾ ഫ്യൂച്ചറിൽ സൗദി അറേബ്യയുമായിട്ടുള്ള ഇന്ത്യ ബന്ധം ശക്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ശരിക്കും ബേസിക് ലെവലിലുള്ള പക്ഷെ അതേസമയം വളരെ പ്രാധാന്യമുള്ള നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ബേസിക് അടിത്തറ ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഇടപെടാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അജിത് ഡോവൽ ഇപ്പം സൗദി അറേബ്യയിൽ എത്തിയിരിക്കുന്നത്. ഈ മീറ്റിംഗ് വളരെ പ്രാധാന്യമുള്ള മീറ്റിംഗ് ആണ്. ഈ മീറ്റിംഗ് എങ്ങനെയാണോ ഉരുത്തിരിഞ്ഞു വരുന്നത് അതിനനുസരിച്ചായിരിക്കും ഫ്യൂച്ചറിൽ സൗദി അറേബ്യയുമായിട്ടുള്ള ഇന്ത്യ ബന്ധം. അപ്പോൾ അവിടെ എനർജി മിനിസ്റ്റർ, ഫോറിൻ മിനിസ്റ്റർ ഇവരെയൊക്കെ കണ്ട് സംസാരിക്കുന്നുണ്ട്. എനർജി മിനിസ്റ്ററെ കണ്ട് സംസാരിക്കാനുള്ള കാരണം മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ സൗദി അറേബ്യയിൽ നിന്നും നമ്മൾ കൂടുതൽ എനർജി വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ്, അതേപോലെ നമ്മളുടെ ഷിപ്പുകൾക്ക് കൊടുക്കുന്ന സെക്യൂരിറ്റി, ഇതൊക്കെയാണ് ചർച്ചയുടെ കണ്ടന്റ്. നമ്മളുടെ CDS ജനറൽ അനിൽ ചൗഹാൻ UK വിസിറ്റ് ചെയ്യാണ്. UK ആർമി സ്കൂളുകൾക്കൊക്കെ ഇന്ത്യയിൽ നിന്നും ട്രെയിനേഴ്സ് പോയി അവിടെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് ഇന്ത്യൻ ആർമിയായിട്ട് പ്രവർത്തിച്ചിരുന്ന ബ്രിട്ടീഷ് റോയൽ ആർമിയെ ഇപ്പോൾ പരിശീലിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമി പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ ഫിലിപ്പൈൻസ് നമ്മളുടെ ബ്രഹ്മോസ് മിസൈല് പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. ഫിലിപ്പൈൻസ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഇന്ത്യക്ക് ഒരു പ്രൗഡ് മൊമെന്റ് തരുന്ന ഒരു ഏർപ്പാടാണത്. എന്തായാലും അത് നടക്കട്ടെ. നടക്കുമ്പോഴത്തേക്കും ഒരു ഗ്ലോബൽ അറ്റൻഷൻ അവിടെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. കിട്ടേണ്ടതാണ് സ്വാഭാവികമായിട്ടും. ഫിലിപ്പൈൻസ് പോലത്തെ ഒരു രാജ്യം അവർ മിസൈൽ പരീക്ഷണം നടത്തുന്നു, അതും ബ്രഹ്മോസ് ഉപയോഗിച്ച് നടത്തുന്നു എന്ന് പറയുമ്പോഴത്തേക്കും, അത് ബ്രഹ്മോസ് മിസൈൽ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അവരുടെ ഡിഫൻസ് സിസ്റ്റം അവർ ലൈവിൽ പരിശോധിക്കുകയാണ്. അതാണ് അവർ ചെയ്യുന്നത്. മിസൈൽ എന്ന് പറഞ്ഞാൽ ഫിലിപ്പൈൻസ് അങ്ങ് ബലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കി അത് പരീക്ഷണം നടത്തുന്നു എന്ന് കരുതരുത്. അങ്ങനെയല്ല സംഭവം. ഇത് നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം അവർ ലൈവിൽ പരിശോധിക്കുകയാണ്. പാകിസ്ഥാനിലേക്ക് സുഡാനിൽ നിന്നും 1.5 ബില്യൺ വർത്ത് വരുന്ന ഒരു ഓർഡർ, മിലിറ്ററി ഡിഫൻസ് ഓർഡറാണ് വന്നിരുന്നത്. ഫൈറ്റർ ജെറ്റുകളും അതേപോലെ തന്നെ പല സാമഗ്രികളും ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സുഡാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഓർഡർ ഇപ്പം ഇല്ലാതായിരിക്കുന്നു. കാരണം വേറെ ഒന്നുമില്ല, സുഡാനിന് പണം മുടക്കാമെന്ന് പറഞ്ഞിരുന്നത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ ഇപ്പോൾ സുഡാനിന് ആ പൈസ കൊടുക്കുന്നില്ല. കാരണം ഓൾറെഡി തന്നെ ഇവിടെ ക്രൈസിസ് ആണ്. ആ മിഡിൽ ഈസ്റ്റ് ക്രൈസിസിൽ ഇപ്പോൾ സുഡാനിന് പൈസ കൊടുത്ത് പാകിസ്ഥാനിലേക്ക് ആ പൈസ എത്തി
ചൈനയുടെ സാധനം വാങ്ങിച്ച് പാകിസ്ഥാൻ അവിടെ കൊടുക്കാൻ സൗദി അറേബ്യയ്ക്ക് തലയ്ക്ക് ഓളമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് സൗദി അറേബ്യ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പാകിസ്ഥാനിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഡിഫൻസ് സാമഗ്രികൾ സൗദി അറേബ്യയിലേക്ക് എത്തിക്കുകയും അതിനു വേണ്ടിയിട്ട് കടമായിട്ട് ക്രെഡിറ്റ് ബേസിസിൽ ഒരു 2 ബില്യൺ പാകിസ്ഥാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സുഡാനെ തൽക്കാലം മാറ്റി നിർത്തിക്കൊണ്ട് പാകിസ്ഥാൻ സൗദി അറേബ്യ നേരിട്ടുള്ള ഡീൽ, അതും കടമായിട്ട് പൈസ പാകിസ്ഥാന് കൊടുത്തുകൊണ്ട് അത് ഏത് നേരത്തും തിരിച്ചു ചോദിച്ചാൽ കൊടുക്കണം. ഇല്ലെങ്കിൽ നാണം കെട്ട് നിൽക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ഓടിച്ചെന്ന് കാലിൽ വീഴേണ്ടി വരും. അപ്പോൾ ആ സാഹചര്യത്തിൽ പണം അങ്ങോട്ട് കടമായിട്ട് കൊടുത്തിട്ട് പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള കുറേ സാധനങ്ങൾ F-16 ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ഇപ്പം സൗദി അറേബ്യ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് സൗദി അറേബ്യ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലേ ഇവിടെ നടത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പണം പാകിസ്ഥാന് കടമല്ലാത്ത രീതിയിൽ കിട്ടുമായിരുന്നു, കച്ചവടത്തിൻ്റെ രീതിയിൽ. സൗദി അറേബ്യ അവിടെ ഒരു പ്ലേ നടത്തിയിട്ട് ആ പണം കൃത്യമായ രീതിയിൽ വിനിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ക്രൈസിസ് കാലഘട്ടത്തും ഇന്ത്യയുടെ ഗ്രോത്ത് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 6.8% മുതൽ 7.1% വരെ 2026-2027 ഫിസിക്കൽ ഇയറിൽ ഇന്ത്യയുടെ ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് പ്രഡിക്ഷൻ. അതുപോലെ തന്നെ ഇൻഫ്ലേഷനിൽ ചെറിയൊരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. 4.4 നിന്നും 4.5 ആയിട്ട് ഇൻഫ്ലേഷൻ ഉയരാനുള്ള സാധ്യതയുമുണ്ട്. ഇത് രണ്ടും പ്രൊജക്ഷനാണ്. അത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇതാണ് ഇന്ത്യയുടെ പ്രൊഡക്ഷൻ. ഞാനിപ്പോൾ കൂടുതലായിട്ട് ഇതിനെ അങ്ങോട്ട് എംഫസൈസ് ചെയ്ത് ഭയങ്കരമായിട്ട് ഇന്ത്യയെ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നില്ല. ആഗോളതലത്തിൽ പല മേഖലകളിലും യുദ്ധവും യുദ്ധസമാന സാഹചര്യങ്ങളും, റഷ്യ ഉക്രൈൻ യുദ്ധമായിക്കോട്ടെ, മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റിൽ ആഗോളതലത്തിൽ എനർജി ക്രൈസിസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു റിസല്യൻറ്റ് എക്കോണമിയാണ് കാഴ്ചവെക്കുന്നത്. അത് വളരെ മികച്ചൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ അതിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. വളരെ സൈലൻ്റ് ആയിട്ട് തന്നെ നമ്മൾ വളർന്ന് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണിത്. അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഗ്രോത്ത് റേറ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കീ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.